തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് 3 കുരങ്ങുകൾ ചാടിപ്പോയി. മുൻപ് ചാടിപ്പോയ കുരങ്ങുകൾ ഉൾപ്പെടെയാണ് ചാടിയത്. സംഭവത്തിൽ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് തിരുവനന്തപുരം മൃഗശാല ഡയറക്ടർ PS മഞ്ജുളാദേവി പ്രതികരിച്ചു. കുരങ്ങുകളെ ബലം പ്രയോഗിച്ച് തിരികെ എത്തിക്കാൻ ശ്രമിക്കില്ലെന്നും അവർ പറഞ്ഞു. ശാലിനി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്നലെ രാത്രിയോടെയാണ് തിരുവനന്തപുരം മ്യൂസിയത്തിൽ നിന്നും 3 ഹനുമാൻ കുരങ്ങുകൾ, പെൺ ഹനുമാൻ കുരങ്ങുകളെ കാണാതാകുന്നത്. നിലവിൽ മൃഗശാല അധികൃതർ വ്യക്തമാക്കുന്നത് ഈ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ ഈ കുരങ്ങുകൾ ഉണ്ട് എന്നുള്ളതാണ്. 1 വർഷങ്ങൾക്ക് മുൻപ് ചാടിപ്പോയ ഹനുമാൻ കുരങ്ങ്, ഒരു പെൺ ഹനുമാൻ കുരങ്ങ് ചാടിപ്പോയിരുന്നു മൃഗശാലയിൽ നിന്നും. അതേ കുരങ്ങ് ഉൾപ്പെടെ 3 ഹനുമാൻ കുരങ്ങുകളാണ് ഇപ്പോൾ വീണ്ടും ചാടിപ്പോയിട്ടുള്ളത്. കോമ്പൗണ്ടിനുള്ളിൽ ഒരു മരച്ചില്ലയിൽ 2 മരച്ചില്ലകളിലായി 3 കുരങ്ങുകളും ഉണ്ട് എന്നുള്ളതാണ് മൃഗശാല അധികൃതർ വ്യക്തമാക്കുന്നത്. ഇതിനെ പ്രത്യേകമായി ജീവനക്കാർ നിരീക്ഷിക്കുകയാണ്. ഭക്ഷണം അടക്കം കൊടുത്തുകൊണ്ട് ഇതിനെ അനുനയിപ്പിച്ച് കൂട്ടിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. പക്ഷേ മണിക്കൂറുകൾ പിന്നിട്ടിട്ടും കുരങ്ങുകൾ കൂട്ടിൽ കയറാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിന്മേലുള്ള നടപടികൾ സ്വീകരിക്കണം. പക്ഷേ ഒരു പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് കുരങ്ങുകളെ തിരികെ മരത്തിലേക്ക് കയറ്റാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കില്ല എന്നുള്ളതാണ് മൃഗശാല ഡയറക്ടർ അടക്കം അല്പസമയം മുമ്പ് പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്നലെ രാത്രിയോടുകൂടി ശക്തമായ മഴ തലസ്ഥാനത്തുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായി ഈ മൃഗശാലയ്ക്ക് സമീപത്തെ ഹനുമാൻ കുരങ്ങുകളെ പാർപ്പിച്ചിരുന്ന കൂടിന് സമീപത്തായി മുളംകൂട്ടങ്ങളുണ്ട്. ഈ മുളംകൂട്ടങ്ങളിലെ ഒരു മരം മുള ഒടിഞ്ഞ് കൂടിനകത്തേക്ക് വരികയും ആ മുളയിൽ കൂടി കയറിയാണ് ഇത് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ചാടിപ്പോയത് എന്നുള്ളതാണ് മൃഗശാല ഡയറക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിനെ തിരികെ കൂട്ടിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. 4 ഹനുമാൻ കുരങ്ങുകളാണ് തിരുവനന്തപുരം മൃഗശാലയിൽ ഉണ്ടായിരുന്നത്. ഒരു ആൺകുരങ്ങ് കൂട്ടിൽ തന്നെയുണ്ട്. ഈ കൂടിന് സമീപത്ത് തന്നെയുള്ള ഒരു മരച്ചിലയിലാണ് നിലവിൽ ഈ 3 കുരങ്ങുകളും നിലയുറപ്പിച്ചിട്ടുള്ളത്. എന്തായാലും പുറത്തേക്ക് കടക്കുമോ കുരങ്ങുകൾ എന്നുള്ളൊരു ആശങ്ക മൃഗശാല അധികൃതർക്കുണ്ട്. സന്ദർശകർക്ക് നിലവിൽ വിലക്കാണ്. ഒപ്പം തന്നെ ജീവനക്കാരെ പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് സമീപത്തേക്ക്. ഒപ്പം തന്നെ മറ്റ് മാധ്യമങ്ങൾ അടക്കമുള്ളവരെ ദൃശ്യങ്ങൾ പകർത്താനായി അകത്തേക്ക് കയറ്റുന്നില്ല. കാരണം ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടാവുകയാണെങ്കിൽ ഈ കുരങ്ങുകൾ പുറത്തേക്ക് കടക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. 1 വർഷങ്ങൾക്ക് മുൻപ് സമാനമായ സാഹചര്യത്തിൽ ഒരു കുരങ്ങ് കോമ്പൗണ്ടിന് പുറത്തേക്ക് പോയിരുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം ആകാശവാണിക്ക് സമീപത്ത് നിന്നാണ് വളരെ ശ്രമകരമായ നടപടികളുടെ ഭാഗമായി കുരങ്ങിനെ പിടിക്കാനും പിന്നീട് ഇവിടേക്ക് എത്തിക്കാനും ക്വാറന്റൈനിൽ അതിനെ പാർപ്പിക്കാനും ഒക്കെ കഴിഞ്ഞത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അന്ന് ചാടിപ്പോയ കുരങ്ങിനെ ഈ മറ്റ് ഹനുമാൻ കുരങ്ങുകളുടെ കൂട്ടത്തിലേക്ക് ഒരു ഓപ്പൺ കൂട്ടിലേക്ക് മാറ്റുകയും ചെയ്തത്. ആ കുരങ്ങ് ഉൾപ്പെടെ 3 കുരങ്ങുകളാണ് ഇപ്പോൾ കോമ്പൗണ്ടിന് ഉള്ളിൽ തന്നെ കൂടിന് പുറത്തേക്ക് ചാടിയിട്ടുള്ളത്. എന്തായാലും അതിനെ അനുനയിപ്പിച്ച് നീക്കം നടത്തി ശ്രമകരമായ നടപടികളുടെ ഭാഗമായി കൂട്ടിലേക്ക് കയറ്റാനുള്ള നടപടികൾ ഈ മണിക്കൂറിലും തുടരുകയാണ്.